ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 147. പഠിപ്പിക്കുന്നതിനാണല്ലോ വാസന. ഭാഗം 147. പഠിപ്പിക്കുന്നതിനാണല്ലോ വാസന ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യരുടെ മകൾ ഭഗവതി തിരുവനന്തപുരത്ത് കുളത്തൂരാണ് താമസിച്ചിരുന്നത്. അവരുടെ മകനായിരുന്നു ദാമോദരൻ. അമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞ് കുഞ്ഞുനാൾ മുതൽ അവൻ ഗുരുദേവനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. കുളത്തൂരിലെ പ്രശസ്തമായൊരു ഭവനമായിരുന്നു താവറ വീട്. കുട്ടിയയ്യൻ എന്ന ഒരു ദേശപ്രമാണിയായിരുന്നു അവിടുത്തെ കാരണവർ. ഗുരുദേവൻ കുളത്തൂരിൽ എഴുന്നള്ളുന്ന വേളകളിൽ കുട്ടിയയ്യൻ്റെ താവറ വീട്ടിലായിരുന്നു പലപ്പോഴും വിശ്രമിക്കാറുണ്ടായിരുന്നത്. ആയിടെ ഒരു ദിവസം പുറത്തു പോയിരുന്ന ഭഗവതിയുടെ ഭർത്താവ് വേലു വേഗത്തിൽ മടങ്ങി വന്നു. അത് കണ്ടിട്ട് ഭഗവതി ഓടി അടുത്തെത്തി. അപ്പോൾ സുസ്മേരവദനായി വേലു പറഞ്ഞു, "നീ വേഗം പോയി ദാമോദരനെ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ടുവാ. അത്യാവശ്യമായി നമുക്കൊരിടം വരെ പോകണം." ഭഗവതി: "എവിടേക്കാ ഇത്ര വേഗം പുറപ്പെടേണ്ടത്?" വേലു: "നാണുസ്വാമി താവറ വീട്ടിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ദാമോദരനെയും കൊണ്ട് അവിടെ ചെന്നാൽ സ്വാമിയെ കൊണ്ട് അവൻ്റെ എഴുത്തു തുടങ്ങിക്കാം." ഭഗവതിക്ക് വലിയ സന്തോഷമായി. തൻ്റെ അപ്പച്ചിയുടെ മകനാണ് സ്വാമി. കുട്ടിക്കാലത്ത് ഒന്നിച്ചോടിക്കളിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അന്നേ വഴിമാറി നടന്നിരുന്നയാളാണെന്നോർത്തു. ഇപ്പോൾ ജനങ്ങളെല്ലാം വളരെ ബഹുമാനിക്കുന്ന സ്വാമിയെ കൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ എഴുത്തു തുടങ്ങിക്കണമെന്ന് ഏറെക്കാലമായി ഭഗവതിയും ആഗ്രഹിച്ചിരുന്നതാണ്. ഭഗവതി പുതിയൊരു ചേലയെടുത്ത് ദാമോദരനെയും കുഞ്ഞു മുണ്ടുടുപ്പിച്ച് ഉമ്മറത്തെത്തി. ഹരിശ്രീ എന്ന് നാരായം കൊണ്ട് കുറിച്ച് വെച്ചിരുന്ന ഒരു എഴുത്തോലയും കയ്യിലെടുത്തു. അവർ വേഗം താവറ വീട്ടിലെത്തി. ദാമോദരനെ എടുത്തുകൊണ്ട് വന്ന ഭഗവതിയെയും വേലുവിനെയും കണ്ടിട്ട് ഗുരുദേവൻ മന്ദസ്മിതത്തോടെ ചോദിച്ചു, "എന്താണ് വിശേഷം?" ഭഗവതി: "കുട്ടിയെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നതാണ് ഗുരുദേവൻ. അതിന് നാം തന്നെ വേണമോ?" വേലു: "അതാണ് ഞങ്ങളുടെ ആഗ്രഹം." ഗുരുദേവൻ കുട്ടിയെ മടിയിലിരുത്തി ഹരിശ്രീ എന്ന് പറഞ്ഞു കൊടുത്തു. ദാമോദരൻ അത് വ്യക്തതയോടെ ചൊല്ലി. അത് കേട്ടിട്ട് ഗുരുദേവൻ: "പഠിക്കുന്നതിനേക്കാൾ പഠിപ്പിക്കുന്നതിനാണല്ലോ ഇവന് വാസന." ആ ഗുരുവരുൾ പിൽക്കാലത്ത് അന്വർത്ഥമായി. 20ാമത്തെ വയസ്സിൽ ദാമോദരന് അധ്യാപകനായി ജോലി കിട്ടി. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടാമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടാമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 147. പഠിപ്പിക്കുന്നതിനാണല്ലോ വാസന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.